അല്ല, അയോധ്യയുടെ കാര്യത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ആർക്കും അതൃപ്തി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ നടക്കുന്ന എതിരാളികൾ പോലും ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, അതിൽ കൂടുതൽ കർക്കശമായ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. അത് ഏത് ഏജൻസിയാണെന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നതേ. അതുകൊണ്ട് ആർക്കും തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങളുടെ വിഷയം അയോധ്യയിൽ സംഭവം നടന്നപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. നിങ്ങളിത് ഉദ്ദേശിക്കുന്നത് ശബരിമല സ്വർണ്ണ കൊള്ള നടന്നപ്പോൾ അന്വേഷണമല്ലല്ലോ നടന്നത്, അട്ടിമറിയല്ലേ നടന്നത്. ആ അട്ടിമറി ഇപ്പൊ തുടരില്ലേ? അല്ലല്ല, അയോധ്യ അങ്ങനെ ആവശ്യമില്ല. SIT അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി SIT അന്വേഷണം മതിയായില്ലെങ്കിൽ അതിനും കൂടുതൽ അന്വേഷണം നടത്താൻ എല്ലാവരും തയ്യാറാണ്. സംസ്ഥാന സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ അതല്ലല്ലോ. കേരളത്തില് അന്വേഷണം അല്ലാതെ നടക്കുന്ന അന്വേഷണത്തിന്റെ അട്ടിമറിയല്ലേ. ഇപ്പൊ എത്രയാണ് നഷ്ടപ്പെട്ടതെന്ന് പോലും ഇതുവരെ എത്ര മാസങ്ങളായി അന്വേഷിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ CBI കുറിച്ച് CBI അന്വേഷണം നടത്തണം എന്നല്ലേ നേരത്തെ UDF ആവശ്യപ്പെട്ടത്. ഇപ്പൊ എന്താ മൗനം പാലിക്കുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ നോക്കൂ, ഒരു മുഖ്യമന്ത്രി നേരിട്ടിട്ടാണ് ഈ ദേവസ്വം ബോർഡ് അഭിഭാഷകനെ നിശ്ചയിച്ചത്. സാധാരണ നിയമവകുപ്പ് അവരന്വേഷണം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് മുഖ്യമന്ത്രി വീണ്ടും അന്വേഷണം നടത്തിയാലാണ് ഈ നിയമനം നടത്തുക. അപ്പൊ ശബരിമല പ്രതികൾക്ക് വേണ്ടി ഹാജരാക്കിയ അതേ വക്കീലിനെ തന്നെ, അഭിഭാഷകനെ തന്നെ ദേവസ്വം ബോർഡ് നിശ്ചയിക്കണമെങ്കിൽ അതിന്റെ പേരിൽ വൻ ഗൂഢാലോചനയില്ലേ? CPM ചെയ്തതുപോലെ തന്നെ LDF ചെയ്തതുപോലെ തന്നെ ഈ അന്വേഷണത്തെ പൂർണ്ണമായി അട്ടിമറിക്കുക എന്നുള്ളതല്ലേ UDF ഉദ്ദേശിക്കുന്നത്. അപ്പൊ CPM നേതൃത്വത്തിനുള്ള ഈ സ്വർണ്ണക്കൊളയിൽ CPM നേതൃത്വത്തിനുള്ള പങ്ക് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ടെന്ന ഞങ്ങളുടെ ആരോപണം ശരിയാണെന്ന് വന്നിരിക്കുകയെ. ഇത് വരുന്നേ ഉള്ളൂ. അവരാ ചമ്പത് റായിയോ ഏത് റായിയോ എന്നുള്ളതല്ല വിഷയം. ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ശബരിമല വന്നപ്പോൾ തന്നെ BJP ആദ്യം തൊട്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ SIT അന്വേഷണം മോശമാണെന്ന് പറഞ്ഞു. ഇപ്പം ഉത്തർപ്രദേശിൽ SIT അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ട് നേരിട്ടൊരു CBIയിലേക്ക് പോകൂടാ? അല്ല, നോക്കൂ, ഞങ്ങള് SIT അന്വേഷണം, ആ SIT അന്വേഷണത്തെ അട്ടിമറിക്കുകയായിരുന്നു നേരത്തെ ഗവൺമെന്റ് ചെയ്തെന്ന് ആർക്കും സംശയമില്ല അക്കാര്യത്തില്. ഇപ്പൊ ഉദാഹരണത്തിന് മന്ത്രിയെ ചോദ്യം ചെയ്യുക, തന്ത്രിയെ പിടിക്കുക. മണിക്കൂറുകളോളം മന്ത്രിയെ ചോദ്യം ചെയ്തു, പക്ഷേ ചോദ്യം ചെയ്യാത്ത തന്ത്രിയെയാണ് പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തത്. അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അന്വേഷണം അവിടുത്തെ SITയുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഏതാണ്ട് ബഹുഭൂരിപക്ഷ ആളുകൾ അംഗീകരിക്കുന്നു. മാത്രമല്ല, ഞാൻ കണ്ടു ഞങ്ങളെ എതിർക്കുന്ന ചില മാധ്യമങ്ങളുടെ എഡിറ്റോറിയലും അതുപോലത്തെ പേജുകളിൽ RSS ആഗ്രഹിക്കുന്നു CBI അന്വേഷണം, BJP ആഗ്രഹിക്കുന്നു CBI അന്വേഷണം, ഇനി പെട്ടെന്ന് തന്നെ CBI അന്വേഷണത്തിന് നീങ്ങാനാണ് സാധ്യത എന്ന് BJP എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും എഡിറ്റോറിയൽ കോളേജിൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോ എതിരാളികൾക്ക് പോലും വിശ്വാസം ഉണ്ടാകുന്ന അന്വേഷണമാണ് ഈ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നത്. അവിടെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. അത്തരമൊരു അന്വേഷണമാണ് ശബരിമലയുടെ കാര്യത്തിൽ കേരളത്തിൽ നടന്നതെങ്കിൽ ഞങ്ങൾ മാത്രമല്ല, വിശ്വാസ സംഘടനകള്, ഹിന്ദു സംഘടനകള്, മതസംഘടനകൾ അങ്ങനെ അനുകൂലിക്കുമായിരുന്നു.